കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വിസിയുടെ നടപടിക്കെതിരെ നിയമവഴി തേടി സംസ്ഥാന സർക്കാർ. വൈസ് ചാൻസലറുടെ നടപടി ചട്ടവിരുദ്ധമെന്ന് കാണിച്ച് കോടതിയെ സമീപിക്കാനാണ് ആലോചന. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടാൻ സർക്കാർ തീരുമാനിച്ചു. അതേസമയം ഗവർണർക്കെതിരെ SFIയും രജിസ്ട്രാർ KS അനിൽകുമാർ CPIMന്റെ രാഷ്ട്രീയ ചട്ടുകമാണെന്ന് ആരോപിച്ച് ABVPയും പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ പത്മനാഭ സേവാ സമിതിയുടെ പരിപാടി റദ്ദാക്കിയ നടപടി അനുചിതമാണെന്ന് കാട്ടിയാണ് VC മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് അധികാരമില്ലെന്നും നടപടി ചട്ടവിരുദ്ധമാണെന്നുമുള്ള നിലപാടിലാണ് സർക്കാർ. ഇതോടെ നിയമ പോരാട്ടത്തിന്റെ സാധ്യതകളാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തേടുന്നത്. രജിസ്ട്രാർ കോടതിയെ സമീപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. സർക്കാർ അതിന്റെ നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച് നിയമോപദേശം തേടി ആവശ്യമായത് ചെയ്യും. 10 ദിവസത്തെ അവധി പോലും അനുവദിക്കാൻ അധികാരമില്ലാത്ത VC രജിസ്ട്രാറെ എങ്ങനെ സസ്പെൻഡ് ചെയ്യുമെന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ ചോദ്യം. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. വൈസ് ചാൻസലർ ആ പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ വൈസ് ചാൻസലർ പ്രവർത്തിക്കരുത്. ഇത് കേരളമാണ്. അങ്ങനെയുള്ള ഒരു ചട്ടമ്പിത്തരവും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. വിഷയത്തിൽ അടിയന്തരമായി സെനറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം സിൻഡിക്കേറ്റ് വിളിക്കട്ടെ. സിൻഡിക്കേറ്റ് വിളിക്കുമ്പോൾ ഈ സിൻഡിക്കേറ്റിന്റെ ആക്ടിന്റെയും സ്റ്റാറ്റ്യൂട്ടിന്റെയും വില എന്തുണ്ടെന്ന് സിൻഡിക്കേറ്റ് തെളിയിക്കും. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും. രജിസ്ട്രാർക്കെതിരായ VCയുടെ നടപടിയിൽ സർക്കാരും പ്രതിപക്ഷവും ഒരേ പേജിലാണ്. വൈസ് ചാൻസലറുടെ നടപടി നിയമപരമാണോ എന്ന സംശയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചു. അല്ലാതെ വൈസ് ചാൻസലർക്ക് യഥാർത്ഥത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു സസ്പെൻഷൻ അല്ല. മാത്രമല്ല, ഇത് ഈ ഗവർണറുടെ പേരിൽ ഗവർണറെ പോലുള്ള ഒരാൾ ചാൻസലറാണ്. അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ പെരുമാറണം. രജിസ്ട്രാറുടെ നിലപാടുകളിൽ വിയോജിപ്പുണ്ടെങ്കിലും സസ്പെൻഷൻ ശരിയായില്ലെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള നയങ്ങളോടൊക്കെ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഈ കാര്യത്തിൽ RSSനെ വെള്ളപൂശുന്ന ഈ പത്മസേവാ സമിതിയുടെ പ്രവർത്തനങ്ങളെ തടഞ്ഞ ആ രീതി ഒരു തെറ്റല്ല. അത് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി അദ്ദേഹം സ്വീകരിച്ച നിലപാടാണ്. ഇതിനിടെ സർക്കാരിനെതിരെ ഗവർണർ നിലപാട് കടുപ്പിക്കുകയാണ്. DYFIയുടെ രാജ്ഭവൻ മാർച്ചിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് പ്രധാന ഗേറ്റിലെത്തിയതിൽ സംസ്ഥാന പോലീസ് മേധാവിയോട് ഗവർണർ വിശദീകരണം തേടി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. രാജ്ഭവനിൽ കൂടുതൽ പോലീസുകാരെ ആവശ്യപ്പെട്ട ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തി. ഏതുന്നതനായാലും നടപടിക്രമം പാലിക്കണമെന്നും പോലീസുകാരെ ആവശ്യപ്പെടേണ്ടത് പോലീസ് മേധാവിയോട് നേരിട്ടല്ലെന്നും കോട്ടയത്ത് ചേർന്ന മേഖലാ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണറായതുകൊണ്ട് നേരെ പോലീസ് മേധാവിയെ വിളിച്ച് കുറച്ച് പോലീസുകാരെ അയച്ചതെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവും കൊടുക്കാൻ പറ്റില്ല. അത് സാധാരണ ഗവൺമെൻറ്റിൽ വന്ന് ഗവൺമെൻറ്റാണ് നടപടിയെടുക്കുന്നത്. നടപടിക്രമം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേത് ഉന്നതനായാലും നടപടിക്രമം പാലിച്ചിരിക്കണം. ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇടത് യുവജന സംഘടനകൾ. DYFIക്ക് പിന്നാലെ SFIയും ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സർവകലാശാലയിലെത്തിയ രജിസ്ട്രാറെ ഭരണഘടനയുടെ പുറംചട്ട ഉയർത്തിപ്പിടിച്ച് ഇടത് സംഘടനാ പ്രവർത്തകർ സ്വീകരിച്ചു. VCയുടെ നടപടി ചട്ടവിരുദ്ധമാണെന്ന നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് രജിസ്ട്രാറുടെ നീക്കം. സർക്കാരിന്റെ ചട്ടുകമായാണ് രജിസ്ട്രാർ പ്രവർത്തിക്കുന്നതെന്ന് ABVP ആരോപിച്ചു. ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയെന്ന ആനുകൂല്യം മുതലെടുത്താണ് SFIയുടെ പ്രതിഷേധങ്ങളെന്ന് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.